പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരുമുള്ളത് ബദർ ദിനത്തിലാണ്. ഇന്ന് റമളാൻ 17ാമത്തെ നോമ്പാണ്, 17ാമത്തെ പകലാണ്. ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മൾ കടക്കുന്നത് 18ാമത്തെ രാവിലേക്കാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇന്നലെ മഗ്‌രിബോടുകൂടി നമ്മൾ ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ പറഞ്ഞു. ബദരീങ്ങളെ പറ്റിയുള്ള അനുസ്മരണമൊക്കെ നമ്മൾ നടത്തി, അവരെ പറ്റിയുള്ള മദ്ഹുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ബദരീങ്ങൾ ബദർ ദിനത്തിൽ വിജയിക്കാനുണ്ടായ കാരണങ്ങൾ 6 എണ്ണമാണ്. 6 കാരണങ്ങൾ കൊണ്ടാണ് ബദർ യുദ്ധത്തിൽ ബദരീങ്ങൾ വിജയിക്കാനും അവർക്ക് അല്ലാഹു തആല ഉന്നതമായ പദവികൾ കൊടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 6 കാരണങ്ങൾ. ആ 6 കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം, എങ്കിൽ നമുക്കും വിജയിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ 6 കാര്യങ്ങൾ വിശദമായി കേൾക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ബദരീങ്ങൾക്ക് വേണ്ടി ഒരു യാസീൻ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിന്റെ അവസാനം നമ്മൾ ഒരു യാസീൻ ഓതിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ദുആരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ, ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രമായ ഈ റമളാൻ നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരുലോകത്തും അല്ലാഹു തആല വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റമളാനാണ്, പുണ്യമായ ബദർ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് റമളാൻ 17ാമത്തെ ദിനമാണ്, 17ാമത്തെ നോമ്പാണ്. ഇന്ന് മഗ്‌രിബോടുകൂടി 18ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നാണ് സത്യവും അസത്യവും, നീതിയും അനീതിയും, ഇരുട്ടും വെളിച്ചവും, ശിർക്കും അതുപോലെ തൗഹീദും തമ്മിലുള്ള ആ ഒരു സംഘട്ടനം നടന്ന പുണ്യമായ ദിനമാണ്. ഇന്ന് ബദർ ദിനമാണ്. ഇന്നലെ ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാ ഇന്നലത്തെ രാവിൽ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, അല്ലേ? യാസീൻ ഓതിയിട്ടുണ്ട്. പലരും വീട്ടിൽ സ്വന്തമായി യാസീൻ ഓതി, അതുപോലെ ബദർ മൗലിദ് ഓതി, അതുപോലെ തന്നെ അന്നദാനം നടത്തി, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട മദ്ഹുകൾ പറഞ്ഞു, ബദരീങ്ങളുമായി ബന്ധപ്പെട്ട അനുസ്മരണങ്ങൾ അതിലൊക്കെ നമ്മൾ പങ്കെടുത്തു. അല്ലാഹു തആല എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ 17ാം രാവായിരുന്നു. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച പുണ്യമായ ഒരു രാവായിരുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ബദർ ദിനമാണ്. ഇന്നത്തെ പകലാണ് ബദർ യുദ്ധം നടന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് തവസ്സുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ബദർ മൗലിദുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ച നമ്മൾ ഇന്നലെ നടത്തി. എൻ്റെ നാട്ടിലെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ നാട്ടിലെ പള്ളി, കാട്ടുപുറം പള്ളി, അതിൻ്റെ ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടവരാണ്. ബദർ മൗലിദിൻ്റെ അവസാനം നമ്മൾ ചൊല്ലുന്ന തവസ്സുൽ ബൈത്തുണ്ട്. അതിൻ്റെ ഒരു 2 വരി നമുക്കൊന്ന് ബറക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ചൊല്ലാം. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ കേട്ടോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി ഗഫിർ വഅക്രിംനാ ബിനൈലി മത്വാലിബിൻ മിന്നാ വദഫഇ മസാഅത്തിൻ അന്നാ
ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് വസല്ലി അലൻ നബിൽ ബർരി ബിലാ ഹദ്ദിൻ വലാ ഹസ്രി വആലിൻ സാദത്തിൻ ഗുർരി വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ 10 അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റമളാനിൻ്റെ രണ്ടാമത്തെ 10 നമ്മൾ പറയേണ്ട പുണ്യമായ 2 ദിക്റുകൾ ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അസ്ഹാബുൽ ബദറിനോടൊപ്പം ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ 10-ലാണല്ലോ നമ്മളുള്ളത്. ബദരീങ്ങളെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് അല്ലേ, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുന്ന, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യുക, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹു തആല അങ്ങനെയാണ് അവരെ പറ്റി പറഞ്ഞത്, ബദരീങ്ങളെ പറ്റി. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് വെച്ചാൽ അവർ മോശമായ ഒന്നും ചെയ്യൂല എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ മോശമായതൊന്നും ചെയ്യൂല. ഇനി അഥവാ എന്തെങ്കിലും ചെയ്തു പോയാൽ തന്നെ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. മഗ്ഫിറത്ത് അവർക്ക് അല്ലാഹു തആല ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ ചെയ്ത മഗ്ഫിറത്ത് നമുക്കും കിട്ടണം. അതുകൊണ്ട് വിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ 10-ലാണ്. ഇന്ന് ബദർ ദിനമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് നമുക്ക് തൗബ ചെയ്യാൻ പറ്റിയ അവസരമാണ്. അതുകൊണ്ട് ബദരീങ്ങളെ അനുസ്മരിക്കുക, ബദരീങ്ങളെ പറ്റി പറയുക. അത് തന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ മഗ്ഫിറത്ത് കിട്ടാൻ കാരണമാണ്. മാത്രമല്ല അവർക്ക് വേണ്ടി ഒരു യാസീൻ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഈ സദസ്സിൻ്റെ അവസാനം ബദരീങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി യാസീൻ ഓതി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. അതിനു മുമ്പ് ഇന്ന് ബദർ ദിനമാണല്ലോ. ബദരീങ്ങൾ ബദർ ദിനത്തിൽ വിജയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ 6 കാരണങ്ങൾ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 6 കാരണങ്ങൾ. അതിൽ ഒന്നാമതായി മഹത്തുക്കൾ പറയുന്നു, ബദർ ദിനത്തിൽ ബദരീങ്ങൾ വിജയിക്കാൻ ഒന്നാമത്തെ കാരണം മുഷാവറ ചെയ്തു എന്നാണ്. അവർ കൂടിയാലോചിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മളിപ്പോൾ നമ്മുടെ മകളുടെ കല്യാണം വരുന്നു, നമ്മുടെ മോൻ്റെ കല്യാണം വരുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു കാർ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വീട് പണിയുന്നു, അല്ലെങ്കിൽ എന്താണ് മകൻ്റെ പെരതാമസം, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തുമായി ബന്ധപ്പെട്ട്. സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് തോന്നുന്നത് പോലെയല്ല ചെയ്യേണ്ടത്. നമുക്ക് തോന്നുന്നത് പോലെ ചെയ്താൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകളുമായിട്ട് വെറുതെ ഒന്ന് കൂടിയാലോചന നടത്താൻ നല്ലതാണ്. ഒരു മുഷാവറ എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ വയസ്സായ ആളുകളുണ്ടാവുമല്ലോ, അപ്പോൾ അവരോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിക്കുക. അത് തന്നെ എടുക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ വീട്ടിലുള്ള വയസ്സായ ആളുകൾ, അവരോട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ അവർ അഭിപ്രായം പറയും. അവർ അഭിപ്രായം പറയുന്നത് അവർ ജീവിച്ചിരുന്ന കാലത്തുണ്ടായ സംവിധാനങ്ങൾ വെച്ചുള്ള അനുഭവം കൊണ്ടായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായം നമ്മൾ ചോദിക്കുക. അതിൽ നിന്നും നമ്മൾ നല്ലതേതാണോ തോന്നുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ല, ഒന്നും ചോദിക്കാതിരിക്കരുത്. ഒരുപാട് അനുഭവസ്ഥരാണ് നമ്മുടെ വീട്ടിലെ കാരണവന്മാർ. അപ്പോൾ അവരോട് എന്താണെങ്കിലും നമ്മൾ കൂടിയാലോചന നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൻ്റെ തലേ ദിവസം സ്വഹാബിമാരുമായിട്ട് കൂടിയാലോചന നടത്തി. നമുക്ക് എന്തൊക്കെയാണ് നടത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ സ്വഹാബിമാർ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. നബി തങ്ങൾ അതിൽ വേണ്ടത് എടുത്തു. അപ്പോൾ അങ്ങനെ കൂടിയാലോചന, ഒരു മുഷാവറ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, നമ്മൾ വിശുദ്ധ റമളാനിലാണുള്ളത് അല്ലേ. റമളാനിൻ്റെ ആദ്യത്തെ 10 എന്തായിരുന്നു? റഹ്മത്തിൻ്റെ 10ആണ്, കാരുണ്യത്തിൻ്റെ 10ആണ്. ഇവിടെയും നബി തങ്ങൾ ഈ യുദ്ധത്തിൽ കാരുണ്യത്തോടെ പെരുമാറാനാണ്. യുദ്ധമാണ്, ശത്രുക്കളാണ് അപ്പുറത്തുള്ളത്, അവരെ എവിടെ കണ്ടാലും അങ്ങോട്ട് വെട്ടി ഒതുക്കിയേക്ക് എന്നൊന്നുമല്ല നബി തങ്ങൾ പറഞ്ഞ്. അവരോടും കാരുണ്യം ചെയ്യണമെന്നാണ്. ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി സ്വഹാബിമാർ ഇങ്ങനെ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് അവരോട് പറഞ്ഞത്,
ലാ തഖ്തുലൂ ശൈഖ വലാ തിഫ്ല വലംറഅത വഅഹ്സിനു വഅസ്ലിഹു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ആരാ പറയുന്നത്? യുദ്ധ കമാൻഡർ ആകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട്? യുദ്ധത്തിന് പോകുന്ന സൈന്യമാകുന്ന സ്വഹാബിമാരോട് പറയുന്നു, നമ്മൾ പോകുന്നത് യുദ്ധത്തിനാണ്. സ്വഹാബ ശ്രദ്ധിക്കണേ, നമ്മൾ പോകുന്നത് യുദ്ധത്തിനാണ്. യുദ്ധക്കളത്തിൽ ചെല്ലുമ്പോൾ അവിടെ ശത്രുക്കൾ ഉണ്ടാകും. ശത്രുക്കളോടൊപ്പം തന്നെ ശത്രുക്കളുടെ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, അവരുടെ സ്ത്രീകളുണ്ട്, ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അതുപോലെ മിണ്ടാപ്രാണികളായ മൃഗങ്ങളുണ്ട്, പിന്നെ അവരുടെ മറ്റ് വില കൂടിയ വസ്തുക്കളൊക്കെ ഉണ്ട്. അതിലൊന്നും നമ്മൾ തുടരുത്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളോടാണ് നിങ്ങൾ പ്രതിരോധം തീർക്കേണ്ടത്. അല്ലാതെ കണ്ണിൽ കണ്ടത് എന്തിനേയും വെട്ടി ഒതുക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് പാടില്ല. യുദ്ധത്തിൽ പോലും കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഇസ്ലാം? ഇന്നത്തെ കാലത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ കാലത്ത് യുദ്ധം എന്ന് പറഞ്ഞാൽ അത് അടിച്ച് തകർക്കുകയെല്ലാം. നിരീശ്വരവാദികളെ, യുക്തിവാദികളെ നിങ്ങൾക്ക് തലയിൽ നിങ്ങൾ പിണ്ണാക്കാണോ? ഇസ്ലാമിൻ്റെ യുദ്ധം നിങ്ങളെടുത്ത് കണ്ടുപിടിക്കുക. പിണ്ണാക്കാണോ അതോ ചാണകമാണോ? ഞാൻ എന്താ പറയാം, സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ്. ഇസ്ലാമിനെ എന്ത് കണ്ടാലും വിമർശിക്കുന്ന നിരീശ്വരവാദികളെ, യുക്തിവാദികളെ നിങ്ങൾ എന്താ കഴിക്കുന്നത്? അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുമല്ലോ അല്ലെ? നബി തങ്ങൾ പറയുക, യുദ്ധത്തിന് പോകുന്ന എന്താ, ലാ തഖ്തുലൂ ശൈഖ വലാ തിഫ്ല വലംറഅത വഅഹ്സിനു വഅസ്ലിഹു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. എത്ര വലിയ ഒരു പ്രഖ്യാപനമാണ് നബി തങ്ങൾ നടത്തുന്നത്. യുദ്ധത്തിനാണ് പോകുന്നത്, ശത്രുക്കളുമായിട്ടുള്ള പോരാട്ടമാണ്. അവിടെയും ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരെ മാത്രം നിങ്ങൾ ആക്രമിക്കുക. ആ യുദ്ധക്കളത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ടാകും, അവരെ ഉപദ്രവിക്കരുതേ. കുട്ടികളുണ്ട്, അവരെ തുടരുതേ. അതുപോലെ തന്നെ വൃദ്ധന്മാരുണ്ട്, അവരെ മൈൻഡ് ചെയ്യേണ്ട, അവരെ വിട്ടേക്ക്. അതുപോലെ തന്നെ കന്നുകാലികളുണ്ട്, അവരെ വിട്ടേക്ക്. അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇന്നത്തെ കാലത്തുള്ള യുദ്ധവും അന്ന് നബി തങ്ങളുടെ കാലത്ത് നടന്ന യുദ്ധവും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ അല്ലെ എത്രയോ നമുക്ക് വ്യത്യാസം കാണാം. അപ്പോൾ പറഞ്ഞു വന്നത്, ആ യുദ്ധക്കളത്തിൽ പോലും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം മുത്ത് റസൂൽ, ഇത് നമുക്കൊരു പാഠമാണ്. എല്ലാ സമയത്തും നമ്മളും കാരുണ്യമുള്ളവനായി മാറണം. നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ കുടുംബക്കാരോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭർത്താവിനോട്, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറുക. രണ്ടാമത്തെ പാഠം അതാണ്. മൂന്നാമത്തേത് ശക്തമായ ദുആ. ദുആ അത് വല്ലാത്തൊരു ആയുധമാണ്. സ്വഹാബിമാരെ നടത്തിയ ദുആ അല്ലേ, അവരൊരുപാട് ദുആകൾ പറഞ്ഞു, ഒരുപാട് ദുആകൾ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതൊരു ദുആയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതൊരു ദുആയാണ്. ഒരുപാട് ദുആകൾ അവർ ഈ ഖുർആനിൽ വന്നിട്ടുള്ളതും അല്ലാത്തതുമായ ഒരുപാട് ദുആകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു അല്ലേ. അല്ലാഹുവേ പടച്ചവനെ, ഈ ഒരു ചെറിയ സംഘത്തെ നീ നശിപ്പിക്കരുതേ, നശിപ്പിച്ചാൽ ഇസ്ലാമില്ല. കൈ ഇങ്ങനെ ഉയർത്തിയിട്ടാണ് നബി തങ്ങൾ ദുആ ചെയ്തത്. ദുആ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധമാണ്. ദുആ അതൊരു പാഠമാണ്. നമ്മൾ ഈ ബദർ ദിനത്തിൽ നമ്മൾ പഠിക്കേണ്ട, ബദർ പോരാട്ടത്തിൽ നിന്ന് പഠിക്കേണ്ട മൂന്നാമത്തെ പാഠം ദുആ ശക്തമാക്കുക. നാലാമതായി ദിക്റുകൾ അധികരിപ്പിക്കുക അല്ലേ. ദിക്റുകൾ, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി ദിക്ർ ചെയ്യുക, ഞാൻ നിങ്ങളെ ഓർക്കുമെന്നാണ്. അല്ലാഹു തആല നമ്മളെ ഓർക്കണം, അതിന് ദിക്റുകൾ പറയണം. ബദരീങ്ങൾ പറഞ്ഞ 4 ദിക്റുകൾ: ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അല്ലേ. പുണ്യമായ 4 വചനങ്ങൾ. ആ വചനങ്ങൾ നമ്മളും ഇന്നത്തെ പകലിൽ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക, ഒരുപാട് പറയുക, നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മളത് പറയുക. അഞ്ചാമത് ശുഭപ്രതീക്ഷ വെക്കുക. വിജയിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിനും ആ ഒരു ഒന്ന് വേണം, ശുഭപ്രതീക്ഷ വേണം. ഞാൻ പോയി, ഇനി നോക്കണ്ട, എൻ്റെ കാര്യം തീർന്നു, അങ്ങനെയല്ല. ഒരു രോഗം വന്നാൽ തന്നെ തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. സ്വഹാബിമാർ യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് ശുഭപ്രതീക്ഷയാണ്. നമ്മൾ വിജയിക്കും നബിയെ, കാരണം നമ്മുടെ ഭാഗത്താണ് സത്യമുള്ളത്. അങ്ങനെ അവർ വിശ്വസിച്ചു. ശുഭപ്രതീക്ഷ വേണം. ആറാമതായി വേണ്ടത് തവക്കുലാണ്. ഹസ്ബുനല്ലാഹ്, അല്ല മതി അല്ലെ. അവർക്ക് മതിയായ വെള്ളമില്ല, ഭക്ഷണമില്ല, ആരോഗ്യമില്ല, വാളുകളില്ല, യുദ്ധത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു സംവിധാനവുമില്ല. എന്നിട്ടും അവർ ഹസ്ബുനല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ചു. ആ ഭരമേൽപ്പിക്കൽ നമുക്കും വേണം. നമുക്കിന്ന് ഇതില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് ഇല്ലാത്തത് തവക്കുലാണ്. അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കും. അതില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കണം. തിരുവനന്തപുരത്തേക്ക് പോകാൻ കോഴിക്കോടുള്ള ബസ് കയറിയിട്ട് ഞാനിതാ തവക്കുലാക്കി എന്ന് പറയലല്ല. തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ തിരുവനന്തപുരത്തേക്കുള്ള ബസ് കയറിയിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറയണം. കാരണം സുരക്ഷിതമായി അവിടെ എത്തിക്കണം. ബസ് കയറിയത് കൊണ്ട് മാത്രം അവിടെ എത്തൂലല്ലോ. സുരക്ഷിതമായ റബ്ബേ നീ എത്തിക്കണം. അതാണ് തവക്കുൽ. ഇപ്പൊ ഈ 6 പാഠങ്ങൾ നമ്മൾ മറക്കാതെ പഠിക്കുക. ഇന്നത്തെ പകൽ തന്നെ ഈ ബദ്രീങ്ങൾ അവർ ജീവിതത്തിൽ ഏറ്റെടുത്ത ഈ 6 പാഠങ്ങൾ നമ്മളും കൊണ്ടുപോകുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ബദ്രീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്.
ആ ബദരീങ്ങളുടെ പേരിൽ നമ്മളൊരു യാസീൻ ഓതുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ബദരീങ്ങളുടെ പേരിലും പിന്നെ അതുപോലെ നമ്മൾ മരണപ്പെട്ടു പോയ കാരണവന്മാർ എല്ലാവർക്കും വേണ്ടി നമ്മളൊരു യാസീൻ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം ദുആരക്കാം. നമുക്ക് യാസീൻ ഓതിയാലോ? ബിസ്മില്ലാ. ഇലാ ഹദ്റത്തി നബിയിനാ വഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات أصحابه البدريين واللحديين والحندقيين وبالسائر الصحابة والقرابة كلهم أجمعين وإلى حضرات من ماتوا منا يا رب العالمين وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് യാസീൻ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء نحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة وحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين
وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم عهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم وما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله المولانا العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس അൽഹംദുലില്ലാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ, സൂറത്ത് യാസീൻ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ എല്ലാം പരിപൂർണമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുപാട് ആളുകൾ ഇന്നലത്തെ നമ്മുടെ ദിക്റിന്റെ മജ്ലിസിലൊക്കെ ഒരുപാട് ആളുകളാണ് ദുആ ചെയ്യാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മുടെ വീഡിയോകൾക്ക് താഴേക്ക് ആരൊക്കെ കമന്റ് എഴുതുന്നോ ദുആ വസീയത്ത് പറയുന്നു എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ദുആ രക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا وحبيبنا مصطفى
മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി വൽ ഫദ്ലി കുല്ലിഹിം അജ്മഈൻ ഖാസത്തൻ വഇലാ ഹളറാത്തി അസ്ഹാബിഹിൽ ബദ്രിയീന യാ റബ്ബൽ ആലമീൻ വഇലാ ഹളറാത്തി മമാതു മിന്നാ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വഅഫു അൻഹും വആഫിഹിം യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ ജമഅ ബൈനനാ വബൈനഹും ഫീ ദാരി ജന്നാതിക النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحمين يا കരുണയുള്ള റബ്ബേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹുവേ പവിത്രമായ റമളാനിലാണ് 17ാമത്തെ ദിനത്തിലാണ് ബദർ ദിനത്തിലാണ് ഞങ്ങൾ ഉള്ളത് ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദുആയും ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും നീ ഖബൂൽ ചെയ്യണേ അർഹമായ പ്രതിഫലം തരണേ അല്ലാഹുവേ പടച്ചവനെ വിശുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാഹുവേ പടച്ചവനെ ഈ റമളാനിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്തു എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് റമളാനിന്റെ 17ാം രാവിൽ ഇന്നലെ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു എല്ലാം ഖബൂലാക്കണേ ഇന്ന് ഞങ്ങൾ ഓതിയിട്ടുള്ള യാസീൻ അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങൾ എല്ലാം അതിന്റെ പോരായ്മകൾ ഒരുപാടുണ്ട് എല്ലാം പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ആ ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട് വീഡിയോകൾക്ക് താഴേക്ക് എത്രയോ ദുആ വസിയത്താണ് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ വേദനകളുണ്ട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് എല്ലാം നീ മാറ്റി കൊടുക്കണേ ആരെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞോ പ്രത്യേകിച്ച് കമന്റ് എഴുതുന്ന ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും പാവങ്ങളാണ് റബ്ബേ അവരെ നീ വേദനിപ്പിക്കല്ലേ ഞങ്ങളുടെ ഉമ്മമാരൊക്കെ ഒരുപാട് ജീവിതത്തിൽ വേദനകൾ സഹിച്ചവരാണ് അവരെ നീ വിഷമിപ്പിക്കല്ലേ ഞങ്ങളുടെ ഉപ്പമാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് റബ്ബേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും തരണേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈർ കൊടുക്കണേ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഒരുപാട് പേരുണ്ട് അവരുടെ ഹദറത്തിലേക്കും ഞങ്ങൾ ഓതിയ യാസീനെ അതുപോലെ മറ്റു സൂറത്തുകളുടെയൊക്കെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട് എല്ലാം നിനക്കറിയാമല്ലോ നീ മാറ്റി തരണേ കടങ്ങൾ മാറ്റി തരണേ രോഗങ്ങൾ ശിഫയാക്കണേ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹു ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ നടക്കുന്നു അല്ലാഹുവേ ഉന്നതമായ വിജയം കൊടുക്കണേ നല്ല റിസൾട്ട് നീ കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റാതെ രോഗികളായിട്ടുള്ള ആളുകളുണ്ട് എല്ലാവർക്കും ഖൈർ കൊടുക്കണേ രോഗങ്ങൾ ശിഫയാക്കണേ ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ പല സ്ഥലത്തും മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ് കഷ്ടപ്പാടിലാണ് നീ എല്ലാവർക്കും സമാധാനവും റാഹത്തും കൊടുക്കണേ ഇസ്ലാമിന്റെ ശത്രുക്കൾ നീ പരാജയപ്പെടുത്തണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദുആയിനെ സ്വീകരിച്ച് ഞങ്ങളുടെ മനസ്സിന്റെ മുറാദുകൾ ഹാസിലാക്കി ഞങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിത്തന്ന് ഞങ്ങൾക്ക് ഈമാനോടുകൂടി ജീവിച്ച് അവസാനം ഈമാനോടെ കലിമയോടെ മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الله تعالى നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് 17ാമത്തെ ദിനമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ദിക്റുകളുണ്ടല്ലോ അത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പകലിൽ പരമാവധി അധികരിപ്പിക്കാൻ ശ്രമിക്കുക അല്ലാഹു തആല ബദരീങ്ങൾക്ക് കൊടുത്തതുപോലെയുള്ള ഒരു വിജയം നമ്മുടെ ജീവിതത്തിലും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു